അതിൽ സ്വർണ്ണാസ്ഥാനവും മുഴുവൻ സ്വർണ്ണം പൊതിഞ്ഞ നിയമപ്പെട്ടവും ഉണ്ടായിരുന്നു. അതിനകത്ത് മന്നായിട്ട് വെച്ചിരുന്ന മൺപാത്രവും അഹ്റോന്റെ തളിർത്തോടെയും നിയമഫലങ്ങളും ഉണ്ടായിരുന്നു. അതിന്മേൽ കൃപാസനത്തിന് നിഴൽ കൊടുക്കുന്നവരും തേജസ്സുകളുമായ പുരോഗങ്ങളും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഓരോന്നിനെ കുറിച്ച് പറയാൻ സമയമില്ല. പുറത്തെ കൂടാരത്തിൽ സദാ പുരോഹിതന്മാർ പ്രവേശിച്ച് അവരുടെ ശുശ്രൂഷ നടത്തി വന്നു. അതിനകത്തുള്ള കൂടാരത്തിന്മേൽ ആട്ടിലൊരിക്കൽ പ്രധാന പുരോഹിതൻ മാത്രം തനിക്ക് വേണ്ടി ജനങ്ങളുടെ അപരാധത്തിന് വേണ്ടി അർപ്പിക്കേണ്ട രക്തത്തോടുകൂടി പ്രവേശിച്ചിരുന്നു. ഇതുകൊണ്ട് ആദ്യ കൂടാരം നിലനിർത്തുന്ന കാലം വിശുദ്ധന്മാരുടെ മാർഗം വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് അറിയിച്ചുകൊണ്ടിരുന്നു. കാഴ്ചകളും ബലികളും അർപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇതൊരു ദൃഷ്ടാന്തമായിരുന്നു. അർപ്പിച്ചുകൊണ്ടിരുന്നവന്റെ മനസ്സാക്ഷിയെ പോലും പൂർണ്ണമാക്കുവാൻ ആ കാഴ്ചകൾക്കും ബലികൾക്കും സാധിച്ചിരുന്നില്ല. ജഡീയ കൽപ്പനകളായ ഭക്ഷണം, പാനം, വിവിധ സ്ഥാനങ്ങൾ ഇവയിൽ മാത്രം അവ പരിശോധന കാലം വരെ നീക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ മസ്കിയ വന്നിട്ട് ചെയ്യപ്പെട്ട നമ്മൾക്ക് മഹാപുരോഗനായത്തിൽ നിന്ന് കൈവേലില്ലാത്തതും ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതുമായ വലിയതും പൂർണ്ണവുമായ കൂടാരത്തിൽ കടന്ന് കൊലപാടകൻ കുറ്റക്കാരോടും കാലക്കിടാവുകളോടും രക്തത്തോടും കൂടിയല്ലാതെ സ്വന്തം രക്തത്തോടു കൂടി തന്നെ ഒരു പ്രാവശ്യം വിശുദ്ധസ്ഥലത്ത് പ്രവേശിക്കുകയും നിത്യരക്ഷയെ നേരുകയും ചെയ്തു. ആമീനായി പറയുന്നു.
പോകുമ്പോൾ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ അവളുടെ ഭവനത്തിൽ അവനെ സ്വീകരിച്ചു. അവൾക്ക് മറിയാം എന്ന പേരുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ വന്ന് കർത്താവിന്റെ തൃപ്പാദത്തിലിരുന്ന വചനങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. മാർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ ബന്ധപ്പെട്ടിരിക്കുകയായിരുന്നു. അവൾ വന്നവനോട്, എന്റെ കർത്താവേ, എന്റെ സഹോദരി എന്നെ തനിച്ച് ശുശ്രൂഷയ്ക്ക് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിക്കുന്നതിനവളോട് പറയണമേ എന്ന് പറഞ്ഞു. യേശു തമ്പുരാനാകട്ടെ അവളോട്, മാർത്തയെ, മാർത്തയെ, നീ പല കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ആവശ്യമുള്ളതൊന്നേ ഉള്ളൂ. മറിയാം നല്ല പങ്കിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ആയത് അവളിൽ നിന്നായി എടുക്കപ്പെടുകയില്ല എന്നാ പറഞ്ഞു. യേശു തമ്പുരാന്റെ കുരിശിന് അടുക്കൽ തന്റെ മാതാവും മാതൃ സഹോദരികളെയാകും അറിയുന്നു. മഗ്ദലക്കാരും അറിയും നിന്നിരുന്നു. യേശു തമ്പുരാൻ തന്റെ മാതാവും പ്രിയപ്പെട്ട ശിഷ്യനും അവന്റെ അടുക്കൽ നിൽക്കുന്നത് കണ്ടിട്ട് മാതാവിനോട്, സ്ത്രീയെ, ഇതാ നിന്റെ പുത്രൻ എന്ന് പറഞ്ഞു. പിന്നെ അവന് ശിഷ്യനോട്, ഇതാ നിന്റെ മാതാവ് എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ ഭവനത്തിൽ കൈക്കൊള്ളുകയും ചെയ്തു. പാർക്കുമറുശൈനോ എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രളയം പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്തതായെല്ലാം നിത്യവും ഇടപെടാതെ കരേറ്റുവാൻ ദൈവമേ അടിയങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. തന്റെ ശരീരം മുറിച്ച് ഞങ്ങൾക്ക് ഭക്ഷണം നൽകുകയും തന്റെ രക്തം പകർന്ന് ഞങ്ങളെ കുടിപ്പിക്കുകയും തന്റെ സ്വർഗരാജ്യം ഞങ്ങൾക്ക് അവകാശപ്പെടുത്തി തരികയും ചെയ്തു. തമ്മനായ കർത്താവിന്റെ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്നതായി ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ആരാധനയും എനിക്ക് യോഗ്യമാകുന്നു. അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെ, പുണ്യ നൽകുന്നതായ ബലിപീഠത്തിന്റെ മുമ്പാകെ, ദിവ്യം സ്വർഗീയമാകുന്ന വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെ, ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെ ബഹുമാനപ്പെട്ട ആചാര്യകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിപ്പേ. ഞങ്ങളെ സഹായിക്കണമേ. അപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കം
ഞങ്ങൾ അകൃത്യങ്ങൾ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകലേനത്തിന്റെ പാപങ്ങളെയും വായിച്ചവനെ ദൈവത്തോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നീ ഓർത്തുകൊള്ളണമേ. എന്റെ നാഥ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും നിന്റെ വിശുദ്ധ സകലരുടെ ആത്മാക്കളെ അവിടുന്ന് ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും അവിടുന്ന് ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പലമഞ്ഞിനെ അവിടുന്ന് തളിക്കണമേ. കർത്താവേ, കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരകനായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് നീ ഉത്തരം നൽകണമേ. ഞങ്ങളെ തുണയ്ക്കായിട്ട് അവിടുന്ന് എഴുന്നള്ളി വരണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നേരണമേ. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവം തമ്പുരാനെ, സകല കഠിനങ്ങളും യാതൊരു ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപത്തിൻ്റെതായ വടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവ്വം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അവിടെ മാർഗരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയമായ അന്ത്യം ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നല്ലൊരവസാനത്തിന് ഞങ്ങളെല്ലാവരെയും മാർഗരാക്കി തീർക്കണമേ. ഞങ്ങളെപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. തിരുമുമ്പാകിയും സ്നേഹപൂർവ്വ ലോകത്തിന് പ്രത്യക്ഷപ്പെട്ടവനായ നിന്റെ പുത്രനും മുമ്പാകിയും തന്റെ ആവസിപ്പുമൂലലോകത്തിന് പാപപരിഹാരം നൽകിയവനായ നിന്റെ പരിശുദ്ധ റൂഹായുടെ മുമ്പാകിയും നിന്റെ ദൈവത്തിൽ ഘോഷിക്കപ്പെടുകയും വിശുദ്ധത്വമാവസിക്കുകയും ചെയ്യുന്നതായി പരിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകിയും ഈ ബലി ഞങ്ങൾ സമർപ്പിക്കുന്നു. നാഥായുധങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടപെടലിന്റെയും കുറ്റങ്ങൾ മായ്ക്കപ്പെടുവാനും വിശ്വാസികളായ സകല മരിച്ചുപോയവരുടെയും ആശ്വാസത്തിനും നല്ല ഓർമ്മയ്ക്കും പര്യാപ്തമായി ഭവിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. Nazo,
നാം എല്ലാവരും നല്ലോണം നിന്ന് ബഹുമാനപ്പെട്ട ഈ ആചാര്യന്റെ പ്രാർത്ഥനയെ ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സ്വരത്തിന്റെയും ദൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പേ പിതാവിൽ ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശപിതാവിനോടൊന്നായിരിക്കുന്നവനും തന്നെ സ്ഥലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞടേഷ്ടിക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും മാതാവായ വിശുദ്ധ കന്യമറിയാമിൽ നിന്നും ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കൃഷിതറക്കപ്പെട്ട് കക്ഷിതനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും മതിപ്പാൻ തന്റെ വലിയ മോദത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ പിതാവിന് പുറപ്പെട്ട പിതാവിനോട് പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും സ്നേഹന്മാരും മോദരം സാരസ്വനുമായ ജീവനും സ്ഥിതിയുള്ളേറുവായാലും കാതോലികവും സ്നേഹികവുമായ സഭയിലും മരിച്ചുപോയുടെ ഉറപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ ദൈവമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ ഇടത്തിൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ ദൈവമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലവനിക്കണം. ഞങ്ങളുടെ ദൈവമേ, നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. അനശ്വരമായ നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെ ഗജാതിന്റെയും നിന്റെ പരിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ടം നിറവേറ്റുവാൻ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഞങ്ങൾ യോഗ്യരായി തീരുകയും ചെയ്യുമാറാകണമേ. മുഖാന്തരം സകല ശുദ്ധ വിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളെ ആത്മാക്കളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ശരീരങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിന്റെ ഗജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും മരത്തോടും മടക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടുതൽ ബഹുമാനപ്പെട്ട ഈ ആചാര്യങ്ങളാൽ നമ്മുടെ മുമ്പാകെ വെക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കര പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. ഇന്ന് നാം എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നവരെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും മടക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും വിലയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് മശിയ തമ്പുരാൻ ഇരിക്കുന്ന മേൽപ്പെട്ട മഹോന്നതങ്ങളിലായിരിക്കണം. നമ്മുടെ കർത്താവിനെ സ്തോത്രം ഇടപെടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമാരോട് ഒരുമിച്ച് ത്രിസ്തുതികളാൽ നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി ഭവിക്കുമാറാകണമേ. ഓം തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിശുദ്ധീകരിച്ച് മുറിച്ചു പാർക്കുമോ.
അത് അനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ളതായ തന്റെ പരിശുദ്ധ ശരീരമെന്ന് അതിനെ താൻ നാമകരണം ചെയ്തു. വെള്ളവും ചേർത്തുണ്ടാക്കിയതായ കാസായും തൃക്കരങ്ങളിലെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. അത് അനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ളതായ നിന്റെ വലിയ രക്തമായിട്ട് അതിനെ താൻ പൂർത്തിയാക്കി. ഞാൻ വരുന്നവരെ സ്മരണയ്ക്കായി ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നതിൽ ചെയ്തുകൊണ്ട് വിശുദ്ധ സ്നേഹിതന്മാർക്ക് ഇതിനെ താൻ ഫലമേൽപ്പിച്ചു. ഞങ്ങളെല്ലാവരുടെയും പ്രവർത്തനങ്ങളെയും പരിശുദ്ധ സഭയെ ഓർക്കുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾക്ക് അനുസൃതമായി പ്രതിഫലം കൊടുക്കുന്ന പ്രവചനകമായ നിന്റെ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുടെ പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇതിനെ ഭയങ്കരവും ഈ സമയം എത്ര പ്രവർത്തിക്കുന്നതുമാകുന്നു. നിങ്ങളത് തോടും പ്രാർത്ഥിക്കുകയും സമാധാനവും ഞങ്ങൾക്കെല്ലാവരും സമൃദ്ധിയും ഉണ്ടാകണമേ. കർത്താവിനോട് തിരുമരണമേ. കർത്താവിനോട് തിരുമരുതയോ നീടിയന്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ശരീരമായി പൂർത്തീകരിക്കുമാറാകണമേ. തിരുരക്തമായി വ്യത്യാസപ്പെടുത്തുമാറാകണമേ. തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന സകലർക്കും ഇത് കടങ്ങളുടെ പരിഹാരത്തിനായി തീരണമേ. തന്മൂലം അവർ നിത്യജീവനാവകാശികളായി തീരണമേ. അവർ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നമ്മുടെ അധ്യക്ഷന്മാരായിരുന്നു 4 ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടപ്പോൾ നമ്മുടെ പാത്രീസായ മോറന്മാർക്ക് സഭയിന് വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠകാതോലിക്കാപന്മാർ ബസേലിയസ് തോമസ് പദമിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആപന്മാർ റോസ്താത്തിയോസിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം.
വിശ്രാന്തിയും സമാധാനത്തിനിടയന്മാർക്കും പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകണമേ. സത്യവചനത്തിൽ ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിലെഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. സർവശക്തിമതയമായ കർത്താവേ, പലവിധമായ അനീക്ഷിക്കപ്പെട്ട് നിന്നെ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻപോട്ട് കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാക്കുവാനായിട്ടും അവർ സുഹൃത്തുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രവർത്തിക്കണം. എല്ലാവർക്കും നിന്റെ സഹായം നൽകണമേ. അവരെയും അവർക്ക് സഹായത്തിന്റെ കൈ നീട്ടുന്നവരെയും ഓടുന്ന കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവത്തിന്റെ സഭകളെയും നേതാക്കളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യജ്ഞാനികളുമായ സകല ഭരണകർത്താക്കളെയും നോക്കുന്നു. പട്ടക്കാര വിശ്വാസികളായ ജനങ്ങളുടെ സമൂഹവും ക്രിസ്ത്യാനി സമൂഹവും മുഴുവനും സുഖമുള്ളവരായി തീർന്നാട്ട് കർത്താവോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളിൽ നിന്ന് നീക്കി കരുണയില്ലാത്ത ദിവന്മാരുടെ കൈകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഭൂമിയിലെ സർവംശങ്ങളോടും വിശുദ്ധികളോടും മഹത്വമുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടോളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദേവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നികന്മാരെയും പ്രസംഗക്കാരായ സ്നേഹന്മാരെയും എവങ്കലിസ്റ്റന്മാരെയും സഹോദരന്മാരെയും മഹോദരന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാനന്റെ മുന്നോട്ടുകാരനുമായ മോരിഹാനോൻ മോദോനെയും സിംഹാസന്മാരും പ്രധാനിയും സഹോദരന്മാരും മുമ്പിലും പരിശുദ്ധനും മഹത്വമുള്ളവനായ മോർസൽഫാനെയും സ്നേഹന്മാരും തലവന്മാരായ ഉന്നതപ്പെട്ട മോർസ്നെയും മോപോലോസ്നെയും നമ്മുടെ കാൽപിതാവായ മോർദോമാസ്നെയും ശേഷം സകല ശുദ്ധിവാന്മാരെയും ശുദ്ധിമന്ദികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധന്മാരുടെ വാർഷങ്ങളിൽ ഞങ്ങളെ സംരക്ഷിച്ചവരുടെ അണികളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. അവരോട് ഒരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. സ്നേഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് നിങ്ങൾ കേൾപ്പിച്ചവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധിയോട് മുൻകൂട്ടി പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കിയായാലും കുസ്തന്തീനോപ്പോലിസിലും എഫേസ്യസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും
പരിശുദ്ധമായ 3 പൊതുസന്നദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ തിരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും യെരൂശലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹദായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവനാസ്യോസും അഥാനാസ്യോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും ഫിലിക്സിനോസും അന്തീമോസും ഇവാനിയോസും വചനമാം ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാദയത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മോർ കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ പരിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രം സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമാർ യാക്കോബുർദാനിയും മാറപ്രയും മാർ യാക്കോബ് മാർ ഇസ്ഹാക്ക് മാർ പാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസോമയും മോർ ശമോൻ ദെസ്തോനയും തിരഞ്ഞെടുക്കപ്പെട്ട മോർ അബഹായും മോറാൻ മോർ ഇഗ്നാത്യോസ് ഏലിയാസ്തൃതിയൻ പാത്രിയാർക്കീസ് ബാവയും മോർ ബസേലിയോസ് എർദോമ പ്രിയാനിയും മലങ്കരയിലെ മോർ ഗ്രിഗോറിയോസും മോർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാവായും മോർ അസ്താത്യോസ് ലീബാ ബാവായും മോർ അത്താനാസ്യോസ് പോലോസ് വലിയ തിരുമേനിയും മോർ ബസേലിയോസ് ചക്രലാമ പ്രിയാനിയും മോർ കൂറിലോസ് യുയാക്കി ബാവയും മോർ കൂറിലോസ് പോലോസ് മെത്രാപോലീത്തയുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടിയും ഇവരുടെ പിമ്പുമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സത്യവിശ്വാസത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളെ അതിൽ നിവേദിക്കാത്തവരും കുറ്റമില്ലാത്തവരുമാക്കി തീർക്കണമേ. ഞങ്ങളെ ഗജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിന് മുൻപ് കോട്ടി നിന്ന് പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുത്ത് വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മതഭായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടുമായി നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തന്റെ കരുണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുരിയേലായിസോൻ എന്ന് അട്ടഹസിച്ച് പറയണം. കുരിയേലായിസോൻ, കുരിയേലായിസോൻ, കുരിയേലായിസോൻ. കരുണയോട് ഞങ്ങൾ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്നാൽ എന്റെ ഏകപുത്രന്റെ ശരീര രക്തങ്ങൾ അവരുടെ അവയങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനം പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരുമായി തന്നെ ശരണം പ്രാപിക്കുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്നും വാങ്ങിപ്പോയിരിക്കുന്ന മനസ്സോട് മനസ്സുകൂടാതെ അറിവോട് കൂടാതെ പിഴകളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെയും അവരുടെയും അപരാധങ്ങളവർക്കാതെ ഞങ്ങളെയും അവരെയും ക്രിസ്തീയമായ അന്ത്യത്തിനോട് നീ അർഹരാക്കി തീർക്കണമേ. തന്മൂലകലത്തിൽ ബഹുമാനവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ നാമം ഞങ്ങൾ കർത്താവായ യേശുമിശിഹായുടെയും നിന്റെ പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളും സകലത്തിലും എന്ന പോലെ ഇതിനാലും അംഗീകരിക്കപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയായി തീരുമാറാകണമേ. തലമുറ തലമുറയായ സകല തലമുറകളെയും
ലോകാലോകങ്ങളോട് സ്തുതിയും ചെയ്യുന്നു. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ കർത്താവായ യേശു മിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഉടയോനേ, നിൻവാതിൽ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകൾ കൈകൊള്ളുന്നവനും അപേക്ഷകൾക്ക് മറുപടി നൽകുന്നവനുമായ ദൈവമേ, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതായ കർത്തൃ പ്രാർത്ഥന മുറുകിയ ഹൃദയത്തോട് സ്വർഗസ്ഥനായ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ആവശ്യങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നോട് രാജ്യം ശക്തിയും മാത്രം എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. എല്ലാവിധ നിയമലംഘനങ്ങളും ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ക്ഷമിക്കണമേ. ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞങ്ങൾക്ക് ഓടുന്ന പാപപരിഹാരകരായിരിക്കണമേ.
ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. കൈക്കൊണ്ടതിനു മുമ്പ് വീണ്ടും കാരുണ്യമായി കർത്താവിന് മുമ്പാകെ നാം തലോരിക്കണം. ഞങ്ങളുടെ നിന്റെ ജനത്തെ നിന്റെ ഇടവയിലെ ആടുകളെയും വലത് കൈ നീട്ടി അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ആത്മശരീരങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മകനെയും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദിന്യോന്യം സാരാംശത്തിലൊന്നായിരിക്കുന്ന പരിശുദ്ധ തത്വത്തിന്റെ കൃപയും കരുണകളും എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കൂടി നാം സൂക്ഷിക്കണം. വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കുമായി പരിശുദ്ധനായ പരിശുദ്ധനായ പിതാവ് നമ്മോട് കൂടെ. രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ. ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കുന്ന ജീവനുള്ള പരിശുദ്ധ റൂഹായും നമ്മോട് കൂടെ. കർത്താവിന്റെ നാമം ആദിമുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ.
എഴുതിച്ചോ ഗ്രേഗസുതേ ശുദ്ധിമതിയായ മാതാവിനോടും നമ്മുടെ കാവൽ പിതാവായിരിക്കുന്ന ഗ്രിഗോറിയോസ് പിതാവിനോടുള്ളതായ പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന നിറവേറ്റപ്പെടുകയാണ്. അമ്മയുടെ വലിയ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഇന്നത്തെ ആരാധന ദൈവദർശനത്തിൽ വഴിപാടായിട്ട് സമർപ്പിച്ചിട്ടുള്ളതായ ദൈവമക്കൾ മുന്നോട്ട് കടന്നു വന്ന സ്ലീവായി പിടിച്ച് പ്രാർത്ഥനയിൽ സംബന്ധിപ്പിക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഞങ്ങൾ ലജ്ജിക്കാതിരിപ്പാൻ നിന്നിൽ മാത്രം ആശ്രയിക്കുന്നു. നിന്റെ കരുണയാൽ സകലവിധ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ട് വീണ്ടെടുക്കപ്പെടുമാറാകണമേ. നീ ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമാകുന്നുവല്ലോ കർത്താവേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് ശേഷം കോപിക്കുകയും അരുതേ. ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ കുറ്റങ്ങളെയും കുറവുകളെയും അവിടുന്ന് ഓർക്കുകയും അരുതേ. എന്നാലോ നിനക്ക് പതിവുള്ള പ്രകാരം കരുണയാലും ദയവാലും ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും നിന്റെ കൈകളുടെ പ്രവൃത്തികളുമാകുന്നുവല്ലോ. നിന്റെ നാമം ഞങ്ങളുടെ മേലും വിളിക്കപ്പെട്ടു മരിക്കുന്നു. നിന്നെ പ്രസവിച്ച പരിശുദ്ധ കന്യമറിയാം അമ്മയ്ക്ക് തിരുസന്നതിയിൽ അപേക്ഷയും പ്രസാദവും ഉള്ളതിനാൽ ദൈവം തമ്പുരാനെ അവളുടെ വിലയേറിയതായ മധ്യസ്ഥ മുഖാന്തരം ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. Marathmon
എല്ലാവരെക്കാളും എടുപ്പുമാത്തുള്ള മാതാവായ വിശുദ്ധ കന്യകമറിയാമേ, നിന്നിൽ നിന്നും ജാതനായ മെശിഹായോട് ഞങ്ങളോട് ഒരുമിച്ച ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാതാവേ, നിന്റെ പ്രാർത്ഥനയാൽ സകല പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾ വേണ്ടുകൊള്ളണമേ. ഞെരുക്കങ്ങളിൽ നിന്നും ഞങ്ങൾ രക്ഷ പ്രാപിക്കണമേ. കോപിച്ചിരിക്കുന്നവർ സമാധാനപ്പെടണമേ. ബന്ധനസ്ഥ വിമുക്തരാക്കണമേ. അക്രമം അനുഭവിക്കുന്നവർ രക്ഷ പ്രാപിക്കണമേ. കടക്കാരുടെ കടം വീട്ടണമേ. സമീപസ്ഥരെ കാത്തുകൊള്ളുകയും ദൂരെയായിരിക്കുന്നവർ സമാധാനമായി തിരിച്ചു വരികയും ചെയ്യണമേ. പരീക്ഷയിലിരിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കണമേ. ബലഹീനന്മാർ ശക്തി പ്രാപിക്കണമേ. വൃദ്ധജനങ്ങൾ സഹായിക്കപ്പെടണമേ. യുവാക്കൾ പരിവാഹനമുള്ളവരാകണമേ. സ്ത്രീകൾക്ക് സഹിഷ്ണുത ലഭിക്കണമേ. അനുതാപികളെ കൈക്കൊള്ളണമേ. പുരോഹിതന്മാരും ശമാശന്മാരും വെണ്മയുള്ളവരായി തീരണമേ. ധാരാകാരികളും ശക്തി പ്രാപിക്കണമേ. പള്ളികളും നേറാകളും അഭിവൃദ്ധിപ്പെടണമേ. വീണ്ടും നാഥാ, ഞങ്ങളുടെ അപേക്ഷകളും പ്രാർത്ഥനകളും കുർബാനകളും നേർച്ചകളും കൈക്കൊള്ളപ്പെടുകയും ചെയ്യണമേ. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും സകല ലംഘനങ്ങളും ക്ഷമിക്കപ്പെട്ട് പരിഹരിക്കണമേ. മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും രക്ഷയ്ക്ക് ഒതുങ്ങുന്നതോ സഹായിക്കുന്നവേ പ്രദാനം ചെയ്യുന്നതിന് അതിന്റെ ഏകപുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് നഷ്ടം വരുത്തുന്നറിയുന്നവേ, ഞങ്ങളിൽ നിന്നും അകറ്റണമേ. ലോകമെങ്ങും തന്റെ നിരപ്പും സമാധാനവും വസിപ്പിക്കണമേ. തന്റെ ധന്യമായ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കണമേ. മാതാവേ, നിന്റെ മധ്യസ്ഥ മുഖാന്തരവും അപേക്ഷയും കണ്ട് നേരിമർപ്പിക്കപ്പെടുന്ന ശുദ്ധീകരിക്കപ്പെടുകയും അവരുടെ നല്ല യാചനകൾക്ക് മറുപടി ലഭിക്കുകയും ചെയ്യണമേ. അവരുടെ മരിച്ചുപോയവരും വിശ്വാസികളായ സകല പരേതരും പാപപരിഹാരം പ്രാപിക്കണമേ. അങ്ങനെ മാതാവേ, നിന്നോടും സകല പരിശുദ്ധന്മാരോടും ഒരുമിച്ച് പരിശുദ്ധ തൃത്വത്തിന് ഞങ്ങൾ ഇപ്പോഴും എല്ലാ സമയത്തും മൗനം കരേറ്റുമാറാകണമേ. ഞങ്ങൾ 3 പ്രാവശ്യം കുറേലായിസോനെന്ന് ഏറ്റു ചൊല്ലുന്നു. നാദാ
വേണമേ. അമ്മേ പ്രാർത്ഥിച്ചിടണമേ, അമ്മേ പ്രാർത്ഥിച്ചിടണമേ. മാതാവേ, നിനക്ക് സമാധാനം. അതിനോടുകൂടി സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവരാകുന്നു. വാഴ്ത്തപ്പെട്ടവരാകുന്നു. ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ സമയത്ത് ദൈവത്തിനോട് അപേക്ഷിക്കണമേ. ആമേൻ. ശുദ്ധിമതിയായ മാതാവിന്റെയും നമ്മുടെ കാവൽ പിതാവായിരിക്കുന്ന മോർ ഗ്രിഗോറിയോസ് പിതാവിന്റെയും വിലയേറിയ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ച നിങ്ങളെയും നിങ്ങൾ പുറപ്പെട്ടു പോകുന്നതായ ഭവനങ്ങളെയും നിങ്ങൾക്കുള്ള സകലത്തെയും ദൈവമായ കർത്താവിനോട് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വന്ദിക്കപ്പെട്ടവരും സ്തുതിക്കപ്പെട്ടവരുമാകുന്നു. ആദ്യ മുതൽ തലമുറകൾ തലമുറകൾ വരെയും തിരികെ സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ വർഗത്തിന് നിത്യവുമായ ബന്ധത്തിന് വേണ്ടി വരുവാനിരിക്കുന്നതുമായ പാപപരിഹാരം നൽകുന്നതായ നിന്റെ പരിപീഠത്തിനായി പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുമ്പാകെയുള്ള പ്രസന്നതയ്ക്ക് വേണ്ടി വിലയേറിയതായ നിന്റെ തിരുശരീരങ്ങൾ അനുഭവിപ്പാൻ തയ്യാറായി നിൽക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തോടൊന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ കർത്താവായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും ഇവ അനുഭവിക്കുന്നവരുടെ മേലും ഇവയിൽ പരിശ്രമിച്ച സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിൽ നിന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളെ കർത്താവായ ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ ദാനം ചെയ്ത പാപപരിഹാരപ്രദമായ നിന്റെ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കോ പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. അവരുടെ ശരണമായോനേ, നിന്നെ കുമ്പിടുമേ ലോകം. നാവുകൾ നിൻ നാമം വാഴ്ത്തും. ഹല്ലേലൂയ. മനുഷ്യ സ്നേഹത്തെ ഞങ്ങൾ സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തി സഹായിച്ചതാകെ ഏൽപ്പിക്കണമേ. ഈ ആത്മീയ മേശയിൽ നിന്ന് ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും പാപപരിഹാരവും ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. സ്വർഗത്തിൽ നിന്നായി ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് എന്റെ ശിരഭക്ഷണമായി തീർന്ന സത്യാത്മമായ മിശിഹ തമ്പുരാനെ, കെടാത്തതായ നരകത്തിൽ നിന്നും ചാകാത്തതായ പുഴുക്കളിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരങ്ങളെ അവിടെ നിന്ന് കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ അകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഏതൊരു മാനവപുത്രിയിൽ നിന്നും താൻ ജഡമാർന്നു ദൈവസുതൻ പരമവളെ ഭരിച്ചോടു ബഹുമാനിച്ചു. ദൈവത്തിനു ജഡമേകിയ മഹിള ജനമാണിക്കും സർവരെയും അത്യുന്നതമാ ദിവ്യദയാർന്നോ ലോകപിതാക്കളെ ബഹുമാനിപ്പനോദിയനാഥൻ തന്മാതാവിനെ യുടലോട് കൈക്കൊണ്ടാദരവോടെ പാതകികൾക്കായി യാചിക്കണമേ. നിർമ്മല ജനനീ, ഞങ്ങളുടെ കെടുതികൾ നീക്കട്ടെ നിൻ പ്രാർത്ഥനയാ.
ഹബീബായ എന്റെ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിന്റെ പരിശുദ്ധ ബലിപീഠത്തിൽ നിങ്ങൾ കൈകള വഴി ആഹാരങ്ങളോടും വാഴ്വുകളോടും കൂടെ പരിശുദ്ധോതൃത്വത്തിന്റെ കൃപയ്ക്കും കരുണകൾക്കുമായി നിങ്ങളെ ഞങ്ങൾ പരിമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലെ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചവരും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിജയസ്ലീവായാൽ രക്ഷിക്കപ്പെട്ടവരുമേ, വിശുദ്ധമാമുദി സർവശമായാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, തൃത്വം നിങ്ങളെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളെ തെറ്റുകളെ ക്ഷമിക്കും, നിങ്ങളെ മനുഷ്യരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീന മഹാഭാവിയുമാകുന്ന ദാസൻ നിങ്ങളെ പ്രാർത്ഥനയാൽ അനുഗ്രഹവും സഹായവും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലെ പോകുവിൻ. നാൾതോറും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണമേ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കണമേ, പിന്നെയോ ദുഷ്ടതകളെ രക്ഷിക്കണമേ. എന്നോർന്നാൽ രാജ്യശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിനോട് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകയെ മർത്തമറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വല്ല സമയത്തും ദൈവതമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇന്നേ ദിവസം നമ്മുടെ ഇടവക ശുദ്ധിമതിയായ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാള് ആഘോഷിക്കുകയും ഓഗസ്റ്റ് മാസം 15-ാം തീയതി വാങ്ങിപ്പ് പെരുന്നാള് പരിശുദ്ധ സഭ ആഘോഷിച്ചു. ഇന്നേ ദിവസം നമുക്ക് വിശുദ്ധ ആരാധനയില്ലാത്തതിനാല് അതോടനുബന്ധിച്ച് വരുന്നതായ ഈ ദിനത്തില് ശുദ്ധിമതിയായ അമ്മയുടെ വലിയ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഇന്നത്തെ വാങ്ങിപ്പ് പെരുന്നാള് ഈ ഇടവക കൊണ്ടാടുകയും അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാൾ എന്ന വഴിപാടായിട്ട് ഏറ്റ് നടത്തുന്നത് ഇത്രയും ബഹുമാനപ്പെട്ട നിതിനച്ഛന്റെ കുടുംബത്തിൽ നിന്ന്, അതുപോലെ തന്നെ അച്ഛൻ്റെ കൂടെ താമസിക്കുന്നതായ ബേസിൽ ബേബി, നമ്മുടെ നിതിനച്ഛന്റെ ഭവനത്തിൽ നിന്ന്, അതുപോലെ തന്നെ ബ്ലസ്റ്റൺ എൽദോസ് മെൽബി ജോർജ്. അപ്പോൾ അവരുടെ കുടുംബത്തിൽ നാം ഇന്നത്തെ ആരാധന വഴിപാടായിട്ട് സമർപ്പിച്ചിരിക്കുന്നത് പുതിയ പുതിയ പേരുകളൊക്കെ ആയിരുന്നു പ്രൊണൗൺസ് ചെയ്യാനായിട്ട്. അപ്പോ ദൈവത്തിന്റെ വലിയ കൃപയാല് ആ ഭവനങ്ങളിൽ നിന്ന് ഇന്നത്തെ ആരാധന വഴിപാടായിട്ട് നടത്തുമ്പോൾ ദൈവം എല്ലാവിധത്തിലുള്ളതായ അനുഗ്രഹങ്ങളും ശുദ്ധിമതിയായ അമ്മയുടെ വലിയ മധ്യസ്ഥതയിൽ ആ കുടുംബങ്ങൾക്ക് മക്കൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് പലതരത്തിലുള്ളതായ പ്രയാസങ്ങളും കഷ്ടതകളും പരീക്ഷണങ്ങളെല്ലാം വരുമ്പോൾ അമ്മയുടെ മധ്യസ്ഥത യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും മധ്യസ്ഥത യാചിച്ചുകൊണ്ട് ദൈവതിരുസന്നിധിയില് നോമ്പുകളൊക്കെ ആചരിക്കുകയെല്ലാം ചെയ്യാറുണ്ട്. പലരുടെയും ജീവിതത്തില് അമ്മയുടെ വലിയ മധ്യസ്ഥത മുഖാന്തരം അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളുമെല്ലാം വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടൊക്കെ പലരുടെയും ജീവിതത്തില്
ലഭിച്ചിട്ടുമുണ്ട്. വിശുദ്ധ വേദ അമ്മയുടെ മധ്യസ്ഥത മുഖാന്തരമല്ലെങ്കിൽ അമ്മയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് പല പ്രതിസന്ധികളിൽ നിന്നും ദൈവം ആർക്ക് വേണ്ടിയിട്ടാണോ അമ്മ അപേക്ഷിക്കുന്നത്, യാചിക്കുന്നത്,